8% ആളുകൾ മാത്രമാണ് അവർ സെറ്റ് ചെയ്യുന്ന ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്. അതായത് 1000 പേര് ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 80 പേർക്ക് മാത്രമാണ് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ബാക്കി 920 പേർക്കും അത് അച്ചീവ് ചെയ്യാതെ ബ്രേക്ക് ചെയ്ത് പോവാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഒരു സ്റ്റഡീസ് പറയുന്ന. എന്താ അതിൻ്റെ റീസൺ? അത് അവർക്ക് പ്രോപ്പറായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ, അവർ അച്ചീവബിൾ അല്ലാത്ത രീതിയിലുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ, ഒരു നല്ല സിസ്റ്റം ആൻഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണോ? ഇതിൻ്റെ പിന്നാലെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു മേജർ റീസൺ ആയിരുന്നു എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളതും എങ്ങനെ അതിനനുസരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്ലാൻ ചെയ്യണം എന്നുള്ളതും പ്രോപ്പറായിട്ടുള്ള അവെയർനെസ് ഇല്ല, പ്രോപ്പറായിട്ട് ആളുകൾക്ക് അറിയില്ല എന്നുള്ളത്. ആൻഡ് ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുമുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം, എന്തിൻ്റെ ബേസിൽ സെറ്റ് ചെയ്യണം, ആ ഗോൾ നിങ്ങൾ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങൾ അത് എങ്ങനെ അച്ചീവ് ചെയ്ത് എടുക്കാം, നിങ്ങളുടെ നെക്സ്റ്റ് 90 days ബ്ലൂ പ്രിൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സൂപ്പർ എക്സൈറ്റഡ് ബിക്കോസ് അത്രയും അടിപൊളി വീഡിയോ ആയിരിക്കുമെന്നും നിങ്ങളുടെ ലൈഫിൽ നല്ല ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നും മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു കിഡിലൻ ചേഞ്ച് ആക്കിയിട്ട് ഈ വീഡിയോനെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് 90 daysലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഗോൾസ് പ്ലാൻ ചെയ്യാം, എന്തിൻ്റെ ബേസിൽ നിങ്ങൾ ഗോൾസ് പ്ലാൻ ചെയ്യണം, എങ്ങനെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കണം, ഏത് രീതിയിൽ നിങ്ങൾ അത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ നിങ്ങളത് അച്ചീവ് ചെയ്യണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ഹാവ് സബ്സ്ക്രൈബ്, ബിക്കോസ് ഇതേപോലുള്ള അടിപൊളി കിഡിലൻ വാല്യുബിൾ കോണ്ടൻറ്റ്സ് ഇനിയും ഒരുപാട് വരാനായിട്ടുണ്ടായിരിക്കും. ആൻഡ് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു നോട്ട്ബുക്ക് വെച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്തതിന് ശേഷം വാല്യുബിൾ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തോന്നും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ ഒരു നോട്ട്ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് കാണാം. ബിക്കോസ് നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ എല്ലാ വീഡിയോയും കേട്ട് പോകുന്ന പോലെ കേട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അത് പോസിബിൾ ആയിരിക്കണം എന്നില്ല. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ, പേഴ്സൺ എ, പേഴ്സൺ ബി, രണ്ടുപേർക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുണ്ട്. പേഴ്സൺ ബിക്ക് അറിയാം കറക്റ്റായിട്ട് എവിടേക്കാണ് പോകേണ്ടത്, എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളത്. ദെൻ പേഴ്സൺ എക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഇല്ല, പോകണം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ എ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഇല്ലേ? ആൾ ക്ഷീണിക്കുന്ന സമയത്തോ കുറച്ച് ഡൗൺ ആവുന്ന സമയത്തോ മേ ബി ആ യാത്ര നിർത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൾക്ക് ഈ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോണത് എന്നുള്ളത് അറിയില്ല. സോ അവിടെ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും ആ സ്ഥലത്തേക്ക് എത്താൻ, ഓരോ ദിവസവും ഞാൻ എത്രത്തോളം നടക്കേണ്ടതായിട്ടുണ്ട് ഈ സ്ഥലത്തേക്ക് എത്താൻ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് പേഴ്സൺ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ പേഴ്സൺ ബിയിലേക്ക് വരുന്ന സമയത്ത് എവിടെ എത്തണം, ഞാൻ ഓരോ ദിവസവും എത്ര സമയം നടന്നാലാണ് അവിടെ എത്താൻ വേണ്ടി പറ്റുക, അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. ഇതേ ലോജിക്കാണ് ആക്ച്വലി നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും. വിത്തൗട്ട് എ ഗോൾ, നിങ്ങൾ വിത്തൗട്ട് എ ഡെസ്റ്റിനേഷൻ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താണ് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത്, അത് അച്ചീവ് ചെയ്തായിട്ടുള്ള ബെനിഫിറ്റ് എന്താ, അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളൊരു ഫ്ലോൻ്റെ പിറകെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇഫ് യു സെറ്റ് ക്ലിയർ ഗോൾസ്, നിങ്ങൾക്ക് അത് എങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം എന്ന് അറിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗോളിലേക്ക് എത്താനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും, എത്താനായിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അതിന് ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ലഭിക്കുക എന്നുള്ളത് അറിയാം. സോ ഓൾവേസ് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് റെഡി ആവും. സോ നെക്സ്റ്റ് 90 days നിങ്ങൾ എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം, എന്തിൻ്റെ ബേസിൽ ഗോൾ സെറ്റ് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ലൈഫിനെ നിങ്ങൾ 3 പാർട്ടിലേക്ക് തിരിക്കാം. ദാറ്റ് ഈസ് ഹെൽത്ത്, വെൽത്ത് ആൻഡ് റിലേഷൻഷിപ്സ്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ആക്ച്വലി ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി നമ്മുടെ ലൈഫിലെ കോർ 3 പില്ലേഴ്സാണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കണം, നല്ല വെൽത്ത് ഉണ്ടായിരിക്കണം, നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് ഈ 3 ആസ്പെക്ട്സിലും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഓൾറൗണ്ട് നമുക്ക് സക്സസ്സിലേക്ക് എത്താം എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല ഹെൽത്ത് ഉണ്ട് പക്ഷേ വെൽത്ത് ഇല്ല എന്നുള്ളതൊരു റോങ് സംഭവമായിരിക്കാം. മേ ബി നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്, ഒരുപാട് ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്, അവിടെ ഹെൽത്തും വെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ഒരു റോങ് കോമ്പിനേഷൻ ആയിരിക്കാം. സോ ഇത് 3ഉം കൂടെ എങ്ങനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എടുക്കാം എന്നുള്ളതായിരിക്കണം ഓൾവേസ് ഒരു തോട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. സോ ഈ 3 പില്ലേഴ്സായിട്ട് നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. ആൻഡ് ഈ 3ലും
നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. അത് ചില കാര്യങ്ങൾ അത് കോമൺ ആയിട്ട് വരും. സോ ഞാനൊരു എക്സാമ്പിളിൽ ഞാൻ ഇവിടെ റൈറ്റ് ചെയ്യാം, ദാറ്റ് ഇസ് ഹെൽത്ത്. സോ ഒരു ബെസ്റ്റ് ഷേപ്പിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളത് ഞാൻ ഹെൽത്തിൽ ഇവിടെ എൻ്റെ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്തു. ദെൻ വെൽത്തിലേക്ക് വരുന്ന സമയത്ത് മേ ബി ഐ വോണ്ടഡ് ടു അച്ചീവ് 30,000 റുപ്പീസ് പെർ മന്ത്. മേ ബി നിങ്ങളൊരു 10,000 15,000 സാലറി അല്ലെങ്കിൽ സാലറി ബ്രാക്കറ്റിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30,000 എത്തണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം. ദെൻ റിലേഷൻഷിപ്സിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു 6 ഇവൻറ്റ്സ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എനിക്ക് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കാം. സോ വി ഹാവ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഷേപ്പിലേക്ക് എത്തണം എന്നുള്ളത്, എനിക്ക് 30,000 സാലറിയിലേക്ക് എത്തണം എന്നുള്ളത്, എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ 6 ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത്. ഇതിനെ നമുക്ക് ഔട്ട്കം ഗോൾ എന്ന് പറയും. ദാറ്റ് ഈസ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ഔട്ട്കം ഗോൾ എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഔട്ട്കം ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനിയാണ് ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇവിടെ ഇൻപുട്ട് ഗോൾ ആൻഡ് ഔട്ട്പുട്ട് ഗോൾസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് ഗോൾസ് നോക്കാം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ബെസ്റ്റ് ഷേപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് വർക്ക് ഔട്ട്, യു ഷുഡ് പ്ലേ സം ഗെയിം എവറി ഡേ. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. നിങ്ങളുടെ ഹെൽത്തിലേക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അത് മേ ബി ഒരു 10,000 സ്റ്റെപ്സ് എവറി ഡേ നടക്കും എന്നുള്ളതായിരിക്കാം, ഓർ സൈക്ലിംഗ്, വാട്ട് എവർ നിങ്ങൾ ആ സാധനം ഇവിടെ എഴുതുക. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ദെൻ ഐ വോണ്ട് ടു അച്ചീവ് 30,000 പെർ മന്ത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മേ ബി 4 ഇൻകം സോഴ്സസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു സ്മോൾ ബ്രേക്ക് ഡൗൺ ആണ്. ദാറ്റ് ഈസ് 4 ഇൻകം സോഴ്സസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ആ സാലറി ഇൻക്രിമെൻറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇങ്ങനെയുള്ള ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യണം എന്നുള്ളതായിരിക്കാം. ഓർ ഇഫ് യു ആർ എ ബിസിനസ് ഓണർ, എനിക്ക് ഇത്ര മൈൽ സ്റ്റോൺസ് കവർ ചെയ്യണം എന്നുള്ളതായിരിക്കാം. ദെൻ അത് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യാം. ദെൻ റിലേഷൻഷിപ്സിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് 6 ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മേ ബി എനിക്ക് ഔട്ട്കം ഗോൾ എന്നുള്ളത് എനിക്ക് നല്ലൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നുള്ളതായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 6 ഇവൻറ്റ്സ് നടത്തുക എന്നുള്ളതായിരിക്കാം ഇവിടെ ഔട്ട്പുട്ട് ഗോൾ. ഞാനിവിടെ ഔട്ട്കം ഗോൾ ആയിട്ട് ഇത് എഴുതിയത് കൊണ്ട് തന്നെ ഞാനിവിടെ ഔട്ട്പുട്ട് ഗോൾ എഴുതുന്നു, കണ്ടക്ട് ആൻ ഇവന്റ് എവറി 2 months. ഇപ്പം നമുക്ക് ഔട്ട്കം ഗോൾ നമ്മൾ സെറ്റ് ചെയ്തു, അതുപോലെ ഔട്ട്പുട്ട് ഗോൾ നമ്മൾ സെറ്റ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ അടിയിലേക്ക് വരുന്നതാണ് ഇൻപുട്ട് ഗോൾ. നമ്മളുടെ അടുത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ് എന്നുള്ളത്. സേ ഫോർ എക്സാമ്പിൾ വർക്കൗട്ടിനാണെന്നുണ്ടെങ്കിൽ എവറി ഡേ ഞാൻ ഇത്ര സമയമാവുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ളത് ഒരു ഇൻപുട്ട് ഗോളായിരിക്കാം. ഞാൻ ഇത്ര സമയം വർക്കൗട്ടിന് വേണ്ടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യും എന്നുള്ളത് ഒരു ഇൻപുട്ട് ഗോളായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ മോർണിംഗ് ഈ സമയത്ത് എണീറ്റ് ജിമ്മിൽ പോകും എന്നുള്ളത് ഒരു ഇൻപുട്ട് ഗോളായിരിക്കാം. ദെൻ വെൽത്തിലേക്ക് വരുന്ന സമയത്ത് 4 ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ 9 to 5 ജോബ് കഴിഞ്ഞതിന് ശേഷം 6 to 9 ഞാൻ എവറി ഡേ ഇൻ അഡീഷൻ വർക്ക് ചെയ്യും എന്നുള്ളതായിരിക്കാം. ഓർ നിങ്ങൾ 4 ഇൻകം സോഴ്സുകൾ കണ്ടുപിടിക്കാനായിട്ട് ഇത്ര ഇവൻറ്റ്സിൽ പങ്കെടുക്കും എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇത്ര ഇവൻറ്റ്സിൽ പങ്കെടുത്ത ആളുകളെ മീറ്റ് ചെയ്ത് ആ ഒരു എക്സ്പോഷറിനൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഐ ബട്ടണിൽ കൊടുക്കാം. അവർ എക്സ്പോഷർ ഗെയിൻ ചെയ്യും എന്നുള്ളതായിരിക്കാം. സോ എങ്ങനെ എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ആക്ച്വലി ഇൻപുട്ട് ഗോൾ എന്ന് പറയുന്നത്. സോ നമ്മൾ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഇൻപുട്ട് ഗോൾ, അതായത് നമ്മുടെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്. ദെൻ ഔട്ട്പുട്ട് ഗോൾ, നമുക്ക് ആ കോൺട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്താണ്. ദെൻ ഔട്ട്കം ഗോൾ, എൻഡ് ഓഫ് ദി ഡേ ഇത് എവിടേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നിങ്ങളുടെ നെക്സ്റ്റ് 3 month പ്ലാൻ ഷുഡ് ബി ലൈക്ക് ദസ്. നിങ്ങൾ അടുത്ത 3 മാസം, ദാറ്റ് ഈസ് 90 days നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ് ഇതിലെന്തൊക്കെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്കം ഗോൾസ് എന്തൊക്കെയാണ് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുക. ദെൻ എന്താണ് ഔട്ട്പുട്ട് ഗോൾസ്, നിങ്ങൾ ഈ ഔട്ട്കം ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ 90 days ചെയ്യണം, അത് അച്ചീവബിളുമായിരിക്കണം. നിങ്ങൾക്ക് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യാൻ വേണം. ദെൻ ഇതിനുള്ള ഇൻപുട്ട് ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇനി ഇത് അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു ക്ലിയർ പ്ലാനിങ്ങിന് ഈ ഇൻപുട്ട് ഗോൾസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് മേ ബി 1 മണിക്കൂർ ജിമ്മിൽ പോകണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ നിന്ന് മാറ്റിവെക്കും എന്നുള്ളതും, മേ ബി ഓഫീസിൽ നിന്ന് ഇത്ര സമയത്ത് ഇറങ്ങും എന്നുള്ളത്, അല്ലെങ്കിൽ രാവിലെ എത്ര സമയത്ത് എണീക്കും എന്നുള്ളത്, നിങ്ങളുടെ ഇൻപുട്ട് ഗോൾസിൽ നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കണം. ഇൻപുട്ട് ഗോൾസ് ആണ് ആക്ച്വലി എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ചെയ്യുക
ടുവേർ ഔട്ട്കം ഗോൾസിലേക്ക്. സോ ഇൻപുട്ട് ഗോൾ ക്ലിയർ ആണ്, നിങ്ങളത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇൻജക്റ്റ് ചെയ്യുക. ആ ഇൻപുട്ട് ഗോൾ എൻ്റെ സൈഡിൽ നിന്ന് കൊടുത്തേ പറ്റൂ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. സോ ദാറ്റ് യു ക്യാൻ അച്ചീവ് യുവർ എവറി സിംഗിൾ ഗോൾസ്. നിങ്ങളിത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അച്ചീവബിൾ ആണെന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് ഗോൾസിൽ നിങ്ങൾ ഫുൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഗോൾസ് അടിപൊളിയായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 3 മന്തിലേക്ക് നിങ്ങൾക്കുള്ളൊരു ഗോളാണ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. സോ ഇവിടെ ഔട്ട്കം ഗോൾ എന്താ? നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കാം ഔട്ട്കം ഗോൾ. ഇത് മേ ബി വേരി ചെയ്യാം, നോ വറീസ്. ദെൻ ഔട്ട്പുട്ട് ഗോൾ എന്നുള്ളത് നിങ്ങൾ 10 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് 90 ഡേയ്സിൽ നിങ്ങൾ മേ ബി ഒരു 12 വീഡിയോ, ഒരാഴ്ച ഒരു വീഡിയോ വെച്ചുകൊണ്ട് നിങ്ങൾ 12 വീഡിയോസ് ചെയ്യും എന്നുള്ളതായിരിക്കാം ഔട്ട്പുട്ട് ഗോൾസ്. ഇത് വേരി ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ഇൻപുട്ട് ഗോൾസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ യൂട്യൂബ് ചാനലിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് അതാണ് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളതായിരിക്കും. സോ ഇവിടെ നിങ്ങൾ ചാനലിലേക്ക് ഇത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഇറ്റ്സ് ഇൻപുട്ട് ഗോൾ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അടുത്ത 90 ഡേയ്സിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതിൻ്റെ കൂടെ നിങ്ങൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ഗോൾസ് നടക്കുമല്ലോ. ദാറ്റ് ഈസ് 12 വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അത് ഇവൻച്വലി നിങ്ങളുടെ ആ ഒരു ഔട്ട്കം ഗോളിലേക്ക്, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഈവൻ ദോ പ്രെഡിക്റ്റബിൾ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടേക്ക് എത്താനായിട്ടുള്ളൊരു സ്റ്റെപ്സ് ആയിട്ട് അത് പോസിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇതേപോലെ നിങ്ങൾ നെക്സ്റ്റ് 90 ഡേയ്സിൽ നിങ്ങളുടെ ഗോളുകൾ ലിസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ഗോളുകൾ പ്ലാൻ ചെയ്യുകയും അതിന് പ്രോപ്പറായിട്ട് ഇൻപുട്ട് ഗോൾസിനെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 92% നിന്ന് മാറി 8% അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. മേക്ക് ഷുവർ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട്സ് എടുത്തിട്ടുണ്ടെന്നുള്ളത്. ബിക്കോസ് ഈ വീഡിയോ നിങ്ങളിത് മൊത്തം കണ്ടു കഴിഞ്ഞ് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും കണ്ട് മുമ്പോട്ട് പോയ പോലെ തന്നെ ആവും. നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യണം, ആ ഗോൾസിന് ഇതേപോലെ പ്ലാൻ ചെയ്യണം ആൻഡ് അത് അച്ചീവ് ചെയ്യണം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഒരുപാട് വാല്യൂ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ അത് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതും ആൻഡ് അത് കറക്റ്റായിട്ട് നോട്ട്സ് എടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും. നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്യണില്ല, നിങ്ങളിതിലേക്ക് ആക്ഷൻ എടുക്കണില്ല, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്സ് എടുക്കണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഒരു വേസ്റ്റ് ഓഫ് ടൈമായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പോകും. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മേക്ക് ഷുവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ബിക്കോസ് മോർ ആൻഡ് മോർ അടിപൊളി കോണ്ടൻറ്റ്സ് ഉറപ്പായിട്ടും വരുന്നുണ്ടായിരിക്കും. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.